നമസ്കാരം. ഇങ്ങനെയൊരു മഹത് വ്യക്തിത്വം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് തന്നെ ഇനി വരുന്ന തലമുറ വിശ്വസിക്കാൻ പ്രയാസപ്പെടും. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. പോയ വാരം മറ്റൊരു ഗാന്ധി ജയന്തിയും കടന്നുപോയി. കുവൈറ്റിലും ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ പൊടിപൊടിച്ചു. ആ വാർത്തകളിലും വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് ടൈംസ് ഓഫ് കുവൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷമാണ്. കാരണം വേറൊന്നുകൊണ്ടല്ല, അന്നത്തെ ദിവസം പുസ്തകം എടുക്കണ്ട, അവധിയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ഒരു നാട്ടിലെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു തലക്കെട്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ എന്താ പറയുക, എന്ത് വികൃതിയും കുറച്ചൊക്കെ കാണിക്കാവുന്ന ഒരു സൗകര്യമില്ലേ, ആ ഒരു സന്തോഷം. അത് പിന്നീടാണ് നമുക്ക് ആ ഗാന്ധിസവും ഗാന്ധിജിയുടെ മാർഗദർശനവും ഒക്കെ നമുക്ക് കൂടുതൽ നമ്മൾ ചിന്തിച്ചല്ലേ. എങ്ങനെയാണെന്നു കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല. അവധിയുടെ ഒരു ഇതാണ്. പിന്നീടാണത് ആ ദിവസത്തിന്റെ മഹാത്മ്യം അല്ലെങ്കിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ അന്ന് ഈ സേവനവരം, എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെ ഹൈ റേഞ്ച് ഭാഗത്തായിരുന്നുകൊണ്ട് കുറച്ചുകൂടെ ഈ മൺവെട്ടിയും വാക്കത്തിയും കോടാലിയൊക്കെ ആയിട്ട് പല പരിപാടികളുണ്ടായിരുന്നു. കാലത്ത് അത്രയും വലിയ സേവനവാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂളിൽ. അല്ല, നിങ്ങൾ ചങ്ങനാശ്ശേരി ആയിരുന്നു, അപ്പോൾ അവിടെയെല്ലാം ഈ കോൺക്രീറ്റ് ടോണുകളാണല്ലോ. അപ്പം അങ്ങനെയായിരുന്നു. അങ്ങനെ സേവനവരം എങ്ങനെയായിരുന്നു നിങ്ങളുണ്ട്? സേവനം അങ്ങനെ സ്കൂളുകളിൽ അതൊരു ക്ലെൻലിനെസ് വീക്ക് എന്നുള്ള ഒരു രീതിയിൽ സ്കൂൾ വൃത്തിയാക്കുക, സ്കൂളും പരിസരവും വൃത്തിയാക്കുക എന്നതിനേക്കാൾ അപ്പുറം മറ്റൊരു പ്രവൃത്തികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും പറഞ്ഞു വന്നത് നമ്മൾ ആ പഴയകാല സ്കൂളിലേക്കൊക്കെ ഒന്ന് കടന്നെങ്കിലും കുവൈറ്റിൽ ഈ വർഷത്തെ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ വളരെ വർണ്ണപ്പകിട്ടായിരുന്നു. ഇന്ത്യൻ സ്ഥാനപതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നമ്മുടെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നിന്ന് കലാകാരന്മാരും അതുപോലെ നർത്തകർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ പിന്നോട്ട് മാറി നിന്ന് ആ ഒരു സാഹചര്യം, അല്ലെ ഒതുങ്ങി കൂടേണ്ട സാഹചര്യത്തിന് ഒരു ഉണർവ് ഒരിക്കൽ കൂടി കൊടുത്ത ഒരു ഗാന്ധി ജയന്തി എന്ന് വേണം പറയാൻ, അല്ലേ? ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ സ്ഥാനപതി ശ്രീ സിബി ജോർജും അദ്ദേഹത്തിൻ്റെ പത്നി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി വർണ്ണാഭമായ ഗാന്ധി ജയന്തി പരിപാടികൾക്ക് തുടക്കമിട്ടു. കുവൈറ്റ് എന്ന രാജ്യത്ത് നമ്മുടെ ഗാന്ധിജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്നതും ഇതൊക്കെ ഇവിടെയുള്ള തലമുറകൾക്ക് നല്ലൊരു കാഴ്ചയാണ്. ഇന്ന് ഒരുപാട് കുട്ടികൾ പ്രത്യേകമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, അല്ലേ? നമുക്ക് ഇന്ന് എംബസിയിൽ അല്ലെങ്കിൽ ആ ഗാന്ധിജിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. അതിനു മുമ്പ് ഹിസ് എക്സലൻസി സിബി ജോർജിൻ്റെ ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് നമുക്ക് നടക്കാം. अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा. Let me begin by welcoming you all to this morning on this important occasion when we celebrate the birth anniversary of Mahatma Gandhi, father of the nation of India and one of the greatest sons of India. During the last 1 year, despite the many challenges of the COVID-19 pandemic,
we were all celebrating India in Kuwait. As part of the celebrations to mark the 60th anniversary of establishment of diplomatic relations between India and Kuwait and 75th anniversary of India's independence. Together we organized many events. Together we took many initiatives. Together we celebrated everything that is Indian in Kuwait. We celebrated all festivals. We also celebrate the lives of each one of our heroes. In all these celebrations, there was one common thread that we were all proud of. That was our father of the nation, Mahatma Gandhi. ഇന്ത്യൻ എംബസിയിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വളരെ വർണ്ണാഭമായ പരിപാടികൾ, അത് കുറച്ച് പരിപാടികളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായ പരിപാടികളായിരുന്നു അല്ലേ? വളരെ ശരിയാണ്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, അതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുവൈറ്റി പൗരൻ ഒരു മുബാറക്ക് പാടിയ നമ്മുടെ ദേശസ്നേഹം നമുക്ക് തന്നെ ആ ദേശസ്നേഹത്തിന് ഒന്നുകൂടെ ഒരു ഡബിൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് തോന്നിയില്ലേ? മുബാറക്കിൻ്റെ ആ ഗാനം അദ്ദേഹം എത്ര സ്ഫുടമായിട്ടാണ് ഹിന്ദി പാടുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളിൽ തന്നെ ഇവിടെ പ്രവാസികൾക്ക് അത്രയും നന്നായിട്ട് പാടാൻ പറ്റുമെന്ന് സംശയമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായ ഒരു ഗാനത്തിലേക്ക് നമുക്ക് നടക്കാം. बरदू के उपकार करे तो ये मन अभिमान नानी रे वैष्णव जन तो दीने कहिए जे बीत पराई जानी रे समदृष्टे ने तृष्णा त्यागे परस्त्री जी ने and do it soon. Walk, talk, tick, tock, laptop, tick, tock, make a click, make a tech, make a connect. Walk, talk, tick, tock, laptop, tick, tock, make a click. Lulu, where the world comes to shop. Badr Al Sama Medical Center, Fawwania, Kuwait. More than healthcare, humane care. Faster, secure, reliable. Al Muzaini Exchange, always near you. Cultivation according to climate. Good fertile soil. Good atmosphere. Timely harvesting. Fresh packing. Freshly distributed. Highway Center. A complete family shopping experience. Fahel, Mangaf and Abbasiya. Badr Al Sama Medical Center, Fawwania, Kuwait. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് എംബസിയിൽ നടന്ന പരിപാടികളിൽ വളരെ കൗതുകരമായ ഒരു കാഴ്ചയായിരുന്നു സ്വിറ്റ്സർലൻഡിലെ ലിച്ചൻസ്റ്റൺ പ്രിൻസിപ്പാലിറ്റിയിൽ നിന്നുള്ള കുറച്ച് ഗായകരുടെ ഇതേ ഗാനം തന്നെ, മുബാറക് പാടിയ അതേ ഗാനം തന്നെ, വൈഷ്ണവ ജനത എന്നുള്ള ഗാനം ലിച്ചൻസ്റ്റണിൽ നിന്നുള്ള കുറച്ച് ഗായകർ വ്യക്തമാണ്. അതിൽ ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അത്. അതായത് ഇപ്പം സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഇപ്പം നമ്മൾ കുവൈറ്റിൽ പൗരും പാടിയ പോലെ തന്നെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിയാണ്. അതായത് ഇന്ത്യ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിലെ ചില അസ്വാഭാവികതകൾ അല്ലെങ്കിൽ ചില രീതിയിലുള്ള വാർത്തകളാണ് നമ്മളെ പലപ്പോഴും കീഴ്പോട്ട് താഴ്ത്തുമെങ്കിലും ഇത്തരത്തിലുള്ള ആ ഒരു ഉണർവാണ് നമുക്കിപ്പോൾ ഇന്ത്യൻ എംബസിയിലൂടെ കാണാൻ കഴിഞ്ഞല്ലേ. നമുക്കെന്തായാലും അതിമനോഹരമായിട്ട് സ്വിറ്റ്സർലാൻഡിലെ അനുഗ്രഹീത കലാകാരന്മാർ നമ്മുടെ ഇന്ത്യയുടെ സ്നേഹം, നമ്മുടെ ദേശസ്നേഹം, ഗാന്ധിജിയോടുള്ള സ്നേഹം, അതെ അതെ അതെ, അത് നമുക്ക് നീണ്ടേ. वैष्णव जन तो तेने कहिए जे पीद भराए जाने रे कर धूपे उपकार करे धोए मन अभिमान ना आने रे
വള്ളത്തോൾ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത. ഈ കവിതയെ കേരള നടനത്തിലൂടെ രണ്ടിരട്ട സഹോദരികൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എംബസിയിൽ ഗാന്ധി ജയന്തി പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഒരു കേരള നടനം നടത്തുകയുണ്ടായി. അതിനകത്തൊരു ചെറിയ കഥയുണ്ട്. അതായത് ഈ വള്ളത്തോളിൻ്റെ ആ ഒരു കലാരൂപത്തെ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഗുരു ഗോപിനാഥ് എന്ന് പറഞ്ഞ ഒരാളാണ് കേരള നടനത്തിന് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ കൊണ്ടുവന്നത്. അത് നമ്മുടെ സഹോദരിമാരായിട്ടുള്ള ഇരട്ട സഹോദരികളാണ് ദീപയും ദീപ്തി, അവരാണ് അവതരിപ്പിക്കുന്നത്. അതെ, എന്തായാലും അതിലേക്ക് നമുക്ക് കിടക്കാം. ശാശ്വത അഹിംസയാണ് മഹാത്മാവിൻ ശാന്തിയാണ് വിടേക്കു പരദേവത പണ്ടേ ഓതുമാറുണ്ട ദേഹം അഹിംസാമണിച്ചട്ട ഏതുടവാളിൻ കൊടോ വായ്ത്തല മടക്കാം. ഇന്നലെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ആ പ്രോഗ്രാമിൽ കുറേ ആൾക്കാർ ഗാന്ധിജിയുടെ പടം വരച്ചുകൊണ്ട് അവിടെ വന്നു. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുവൈറ്റ് പ്രവാസികൾക്കിടയിൽ ഒരുപാട് ചിത്രകാരന്മാരുണ്ട്, അറിയപ്പെടുന്നവരുമുണ്ട് അറിയപ്പെടാത്തവരുമുണ്ട് അല്ലേ. അപ്പം ശരിക്കും ഉറങ്ങിക്കിടന്ന കുറേ കലാകാരന്മാരെ വെളിയിലേക്ക് കൊണ്ടുവരാൻ ഒരു അവസരം കൂടെ കിട്ടിയെന്ന് കാണാം. അവരുടെ ഒരു സന്തോഷം ആ ചിത്ര പ്രദർശനത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ആ കാഴ്ചയിൽ. ഇതിനകത്ത് ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കലാപരിപാടികൾക്കൊക്കെ ഒപ്പം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വിദ്യാലയങ്ങളിൽ പല പരിപാടികളും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഒരു ക്വിസ് കോമ്പറ്റീഷൻസിൽ സമ്മാനം നേടിയ കുട്ടികൾക്ക് അവാർഡ് ദാനവും നടന്നു. അതുതന്നെ മറ്റൊരു അട്രാക്ഷനായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ആ അവാർഡ് വാങ്ങിച്ച ആൾക്കാരിലേക്ക് നമുക്ക് നടക്കാം. The first position goes to Miss Astral Jesslyn D'Souza of Fapes, Kuwait. Congratulations, Miss Astral Jesslyn D'Souza. Thomas Gino. Dr. Alan Kenneth. Matthew. കഴിഞ്ഞ ദിവസം എംബസിയിൽ നടന്ന ഗാന്ധി ജയന്തി പരിപാടികളിൽ നമ്മുടെ കുവൈറ്റിലെ ഒരുപാട് അസോസിയേഷൻ പ്രതിനിധികളും പങ്കെടുക്കുകയുണ്ടായി അല്ലേ? എക്സാക്ട്ലി. കാരണം വേറൊന്നുകൊണ്ടുമല്ല, അതിനൊരു പ്രത്യേക പരിഭാവനതയുണ്ടായിരുന്നു. കാരണം ഓരോ അസോസിയേഷൻസും, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കിടയിൽ ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങളും അതൊക്കെയും സുതാര്യമാക്കാനുള്ള എല്ലാ നീക്കങ്ങളും എംബസിയിൽ നിന്നുണ്ടായി എന്നുള്ളതും വേറൊരു വസ്തുതയാണ്. എല്ലാ പ്രതിനിധികളും വന്ന് പുഷ്പാർച്ചന നടത്തുകയും ഇപ്പോഴത്തെ സാഹചര്യത്തെപ്പറ്റി കൃത്യമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഡോക്ടർ അമീർ, ഡോക്ടേഴ്സ് ഫോറം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഘടനയാണ്. ഇന്നത്തെ വ്യത്യസ്തത നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ മഹാത്മ്യം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാതയെ പിന്തുടരാനുള്ള ആഹ്വാനങ്ങളുമാണ് കാണാൻ സാധിച്ചത്. ഒരുപാട് കലാകാരന്മാർക്കും അതുപോലെ തന്നെ മറ്റെല്ലാ പ്രതിനിധികൾക്കും പങ്കെടുക്കാനും പറ്റിയ ഒരു അവസരം കൂടിയായിരുന്നു. എങ്ങനെ നോക്കിക്കാണും? ഇന്നത്തെ മഹാത്മാഗാന്ധിജീൻ്റെ സെലിബ്രേഷൻ, ഗാന്ധി ജയന്തി സെലിബ്രേഷൻ വളരെ നല്ല രീതിയിലായിരുന്നു. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നടത്തിയിരിക്കുന്നത്. ഞാൻ 10-27 വർഷമായി ഇവിടെ കുവൈറ്റിൽ. ആദ്യമായിട്ട് ഇത്രയും നല്ല രീതിയിൽ ഗാന്ധി ജയന്തി സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അംബാസിഡറിൻ്റെ സിബി ജോർജ് സാറിൻ്റെ പല ഐഡിയാസും ആ പ്രോഗ്രാംസും അവതരിപ്പിച്ചിരിക്കുന്ന കലാപരിപാടികളും ആ വീഡിയോസൊക്കെ വളരെ വളരെ നല്ലൊരു രീതിയിലാണ് ഇന്ന് നടന്നത്. എല്ലാവർക്കും ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിൻ്റെ നാമത്തിൽ ഹാപ്പി ഗാന്ധി ജയന്തി. പ്രത്യേകിച്ച് നമ്മുടെ സിബി ജോർജ് സാർ വന്നതിന് ശേഷം വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളുടെ വിഷയങ്ങൾ, ഇന്ത്യൻ സമൂഹത്തിൻ്റെ വിഷയങ്ങൾ നല്ല രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്നൊരു നമ്മുടെ ഒരു വീടായിട്ട്, സെക്കൻഡ് ഹൗസായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കുവൈറ്റാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്നതാണ്. ആ വിഷയങ്ങളിലെല്ലാം തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിലാണെങ്കിൽ ഞങ്ങൾ ഇടപെടുന്ന വിഷയങ്ങളിലാണെങ്കിൽ എംബസിയുടെ ഭാഗത്തുനിന്ന് വലിയ സഹായമാണ് ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി എല്ലാ പരിപാടികളും ജനകീയമാക്കി നടത്താനും ജനങ്ങൾക്ക് ഗുണകരമായ പരിപാടിയായി മാറ്റുന്നതിനും എംബസി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ആഗോള നോൺ വയലൻസ് ഡേ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ മാത്രമല്ല ഒരു ലോകത്തിൻ്റെ മുഴുവൻ സ്വത്താണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ലോകം മുഴുവൻ ആദരിക്കുമ്പോൾ അതിനേക്കാൾ മനോഹരമായി ഇന്ത്യൻസ് ഒന്നിച്ചുകൂടി ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ ആദരിക്കാനായി ഒരു അവസരമുണ്ടാക്കിയ പ്രത്യേകിച്ച് പുതിയ അംബാസഡർ സിബി ജോർജ് സാറിനും അതുപോലെ തന്നെ എംബസിക്കുമുള്ള ആ ഒരു വലിയ ബഹുമാനവും കടപ്പാടും നമ്മൾ അറിയിക്കുകയാണ്.
സ്വപ്നത്തിൽ കാണുന്നതിലപ്പുറം പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മുടെ അംബാസഡർ നമ്മളെ നയിക്കുമ്പോൾ നാം അദ്ദേഹത്തിനോടൊപ്പം കൈകോർത്തുകൊണ്ട് ഏതൊരു സംരംഭത്തിലും കൂടെ പങ്കാളികളാവേണ്ടത് നമ്മളുടെ കർത്തവ്യമാണ്, കടമയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഈ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അസോസിയേഷനുകളുടെ പ്രവർത്തനങ്ങൾ അപര്യാപ്തമാണ് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇന്ന് ഈ ഒക്ടോബർ 2 അമ്മ കുവൈറ്റിൻ്റെ ആശംസകൾ എല്ലാവർക്കും. ഭാരതീയ സംസ്കാരത്തിൽ വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അമ്മ കുവൈറ്റ്. പോരാത്തതിന് ഇന്ത്യൻ അംബാസിഡർ, പുതിയ ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി സിബി ജോർജ് കുവൈറ്റിൽ വസുദൈവ കുടുംബകം എന്ന ആശയം കുവൈറ്റിലെമ്പാടും ലോകത്തിന് മുഴുക്കെയും പ്രചരിപ്പിക്കുന്ന ഒരു റിയൽ അംബാസിഡർ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യക്കാരുടെയും ആശ്രയമാണ്. അങ്ങനൊരു ബോധം പുതുതായി ചാർജ് എടുത്ത സിബി ജോർജ് സാറിൻ്റെ വരവോടുകൂടി നേരിലേക്കും എത്തിയിട്ടുണ്ട്. നേരത്തെ തൊട്ടേ അങ്ങനെയാണ് കരുതിയിരുന്നതെങ്കിലും ഇപ്പോഴാണ് ജനമനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി തുടങ്ങിയത്. ഒരു ഇന്ത്യക്കാരനും ഒരു ദിവസം പോലും മഹാത്മാഗാന്ധിയെ കാണാതെ ഉണരുന്നില്ല, ഉറങ്ങുന്നില്ല. നമ്മുടെ നോട്ടുകളിലും പുസ്തകങ്ങളിലും നമ്മുടെ നഗരങ്ങളിലുമെല്ലാം ഗാന്ധി സ്മരണ ഉണർത്തുന്ന നിരവധി കാര്യങ്ങളും അതുതന്നെയാണ്. ഗാന്ധിസം മനുഷ്യ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഇത്ര പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഗാന്ധിസം പുസ്തകങ്ങളിലല്ല ജീവിക്കുന്നത്, മനുഷ്യ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇത്ര സമഭാവനയോടെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സെലിബ്രേഷൻ തീർച്ചയായും അതിൻ്റെ ഒരു പ്രകടനമായിരുന്നു. ഇന്ത്യൻ എംബസിക്കും പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന സിബി ജോർജ് സാറിനും SMCAയുടെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു, നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും കുവൈറ്റിന് ഒരു ഉണർവ് വന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഇന്ത്യൻ പൊതുസമൂഹത്തിൽ മുമ്പൊരിക്കലും കാണാത്ത ഒരു ഉണർവും ഉന്മേഷവും കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇവിടെ അധിവസിക്കുന്ന ഇന്ത്യയിലെ പ്രവാസി സമൂഹത്തിന് ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതിൻ്റെ പരിഹാരങ്ങൾ കാണുവാനുമുള്ള ഒരു ആസ്ഥാനം ഇന്ത്യൻ എംബസി യഥാർത്ഥ രൂപത്തിൽ കുവൈറ്റിൽ പ്രവർത്തിക്കുന്നു എന്ന ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷത്തിലാണ്. കാരണം കുവൈത്തിൻ്റെ ഈ 25 വർഷത്തെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗാന്ധി ജയന്തി ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ഇത്രയും ജനബാഹുല്യത്തോടു കൂടി ഈ കൊറോണ കാലത്തും സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഹിസ് എക്സലൻസി മിസ്റ്റർ സിബി ജോർജ് വളരെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഈ പരിപാടിയിൽ. Really, it's a very prestigious award from Indian Embassy. I'm really very happy, and such an auspicious day as Gandhi Jayanti. It's really very nice. First of all, I just very happy because of my daughter. I got this opportunity to come Indian Embassy and get as a guest. It's an auspicious day. I feel we are all lucky to celebrate it as a family, not only as this family, as the family of India. Yeah, I'm very proud to be an Indian and to be here witnessing my daughter's victory and celebrating Gandhi Jayanti on this auspicious day. I feel great and I'm proud on a very special day like 75th Independence Day of our country and celebrating the 60 years of diplomatic relation between India and Kuwait. വളരെ ഈ നമ്മുടെ സിബി സാർ വന്നതിന് ശേഷമുണ്ടായ ഉണർവ് എംബസിക്കും ഇന്ത്യൻ സമൂഹത്തിനും പല പല പ്രോഗ്രാമുകൾ നമ്മൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് പല ഫംഗ്ഷന് എല്ലാം കൊണ്ടും മികച്ച ഒരു പ്രോഗ്രാമായിരുന്നു. आज का बहुत अच्छा लग रहा है. हम लोग इधर आके एम्बेस में कोरोना गया अच्छा हुआ, अभी थोड़ा निकल गया. अभी ये इंडियन एम्बेसडर अच्छा काम किया. आज बहुत लोग का बुला के इंडियन पीपल पूरा इधर. ఇది భారతీయులందరికీ ఒక శుభదినము. ఒక నేషన్, ఇండియన్ నేషన్ గ్రేట్ లీడర్ ఈరోజు యానివర్సరీకి రావడం, ఈ ఎంబసీ అధికారులందరికీ కూడా సహకరించడం, అందరిని పిలవడం చాలా సంతోషదగ్గ విషయము. ఈరోజు గాంధీ మహాత్ముడు మన దేశంలో పుట్టడం చాలా అదృష్టము. మనం అందరం కలిసి ఒక దేశంలో ఇండియాలో జీవించడం అది ఇంకా గొప్పది. గాంధీ జయంతి సందర్భంగా అన్ని రాష్ట్రాల వాళ్ళని ఇండియన్ ఎంబసీ వారు పిలిచి ఎంతో చక్కగా ఆర్గనైజ్ చేసి మమ్మల్ని అందరినీ ఇక్కడ కలిపి శుభంగా చేసుకునే భాగ్యం మా అందరికీ కలుగజేసినందుకు അസോസിയേഷൻ പ്രതിനിധികളുടെയും സാധാരണക്കാരുടെ ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ ഇന്നത്തെ ഗാന്ധി ജയന്തിക്ക് നല്ലൊരു മെസ്സേജായിരുന്നു. ഗാന്ധിജിയുടെ പാത പിന്തുടരുന്ന ഒരു പ്രതീതി അവർക്ക് ഫീൽ ചെയ്തു. ഇന്ന് നമ്മൾ ഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. ഓരോ ഇന്ത്യക്കാരനും എല്ലാ കാലവും അഭിമാനിക്കാവുന്ന ഒരു ഐക്കോണാണ് ഗാന്ധി. ആ ഗാന്ധിയെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ അറിയണം.
നമ്മളുടെ ഇന്ത്യയുടെ സുഹൃത്തുക്കളായിട്ട് കുവൈറ്റുള്ളവർ അറിയണം, എല്ലാവരും അറിയണം. അതിനുവേണ്ടിയാണ് നമ്മളിത് ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിച്ചത്. ഇത് നമ്മൾ കണ്ടു, എല്ലാ ഇന്ത്യൻ അസോസിയേഷൻ്റെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് വന്ന്, കോവിഡിൻ്റെ ബുദ്ധിമുട്ട് നിറഞ്ഞ കാലമായതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തിരി ആൾക്കാരെ വിളിച്ചില്ലെങ്കിലും എല്ലാ അസോസിയേഷനും, നമുക്ക് ഏതാണ്ട് 300 അസോസിയേഷനുകളുണ്ടല്ലോ, അവരെല്ലാം വന്ന് ഗാന്ധിജിക്ക് പേഴ്സണലൈസ് ഫ്ലോറൽ ട്രിബ്യൂട്ട് സമർപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ ഉണ്ടായത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് നമ്മുടെ പാട്രിയോട്ട് സോങ്സ്, പ്രത്യേകിച്ച് കുവൈറ്റി ഒരു പൗരൻ പാടിയതും മറ്റ് ഇംഗ്ലീഷുകാർ പാടിയതും അത് ഇന്ന് വന്ന ശ്രോതാക്കൾക്ക് മറ്റൊരു കൗതുകമായിരുന്നു. ആ ഒരു പ്രചോദനം പെട്ടെന്ന് ഗാന്ധിജിയെ നമ്മൾ ഓർക്കണം. ഞാനത് ഇന്ന് സ്പീച്ചിൽ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജി ജീവിച്ച സമയത്ത് ഒത്തിരി വലിയ വാർ ഹീറോസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അവരുടെ ആരുടെയും ബർത്ത്ഡേ ഇന്ന് ലോകം ആഘോഷിക്കുന്നില്ല. ആ കാലത്ത് ജീവിച്ച ഏറ്റവും മഹാനായ വ്യക്തി മഹാത്മാഗാന്ധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്വം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷവും ആ ഗാന്ധിജിയുടെ മഹത്വവും ആ ഗാന്ധിജിയുടെ ജന്മദിനവും നമ്മൾ ആഘോഷിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് അത് നോൺ വയലൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും അറിയണം. അതുപോലെ തന്നെ ആ സെലിബ്രേഷൻ ലോകം മുഴുവൻ നടക്കുന്നുണ്ടോ എന്നുള്ളതും എല്ലാവരും അറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത ആ പ്രോഗ്രാമിൻ്റെ വിഷ്വൽസ് കാണിച്ചത്. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ഉറങ്ങിക്കിടന്ന കലാകാരന്മാർ, അതായത് പലയിടത്തും കണ്ടിട്ടില്ലാത്ത നല്ല നല്ല കലാസൃഷ്ടികൾ ഈ ചുരുങ്ങിയ വേളയിൽ തന്നെ ഇന്നും കാണാൻ സാധിച്ചു. കഴിഞ്ഞ 10-15 ദിവസമായി കാണാൻ സാധിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വൈബ്രൻ്റായ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് എന്തുമാത്രം ഡാൻസുകളും പ്രോഗ്രാമുകളാണ്, എന്തുമാത്രം ചിത്രങ്ങൾ വരയ്ക്കുന്നവരുണ്ട്. അപ്പം അവരെ എല്ലാം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. അവർക്കെല്ലാവർക്കും ഒരു ചാൻസ് കൊടുത്ത് അവരെല്ലാം അവരുടെ കഴിവുകളെ വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഇന്ത്യൻ കൾച്ചറൽ നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കിയത്, ഇപ്പോൾ ഇന്ത്യൻ വിമൻസ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. Lulu, where the world comes to shop. Badr Al Sama Medical Center, Fawwania, Kuwait. More than healthcare, humane care. Faster, secure, reliable. Al Muzaini Exchange, always near you. Cultivation according to climate. Good fertile soil. Good atmosphere. Timely harvesting. Fresh packing. Freshly distributed. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbasiya. Badr Al Sama Medical Center, Fawwania, Kuwait. Service makes difference. More than 115 branches across Kuwait. Affiliated with all major banks in India. Download Al Muzaini app and send money anytime, anywhere with just a few clicks. Faster, secure, reliable. Al Muzaini Exchange, always near you. കുവൈറ്റിലുള്ള ഇന്ത്യൻ വനിതകളെ മുഴുവനും ഒരു കുടക്കീഴിൽ അണിനിർത്തിക്കൊണ്ട് ഒരു പുതിയ സംഘടനയ്ക്ക് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ രൂപം നൽകുകയുണ്ടായി, ഇന്ത്യൻ വിമൻസ് നെറ്റ്വർക്ക്. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ കുവൈറ്റിലെ പ്രവാസികൾക്കിടെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സ്ത്രീകളുണ്ട് പല മേഖലകളിലും. അതുകൊണ്ട് അങ്ങനെ ഒരു വരവ് കുറച്ചുകൂടെ സുതാര്യമായ ഇടപെടലുകൾക്കും നമ്മുടെ വികസനങ്ങൾക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ആ വിമൻസ് നെറ്റ്വർക്ക് നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു തുടക്കമാണ്. Today, on this beautiful occasion, we thought it opportune to formalize another initiative of His Excellency Ambassador Shri Sibi George, which is Indian Women's Network, IWN. It is our effort to bring together all Indian women residing here in the state of Kuwait to come together on one platform and together share, create and celebrate the essence of Indian womanhood, and also to share with our sisters in Kuwait
the beauty of creation and sharing. ഒരുപാട് ശുഭകരമായ വാർത്തകൾ നമ്മെ തേടിയെത്തിയ ഒരാഴ്ചയായിരുന്നു കടന്നുപോയത്. നമ്മുടെ വിദ്യാലയങ്ങൾ തുറക്കുന്നു, നാട്ടിൽ കുടുങ്ങിപ്പോയ പ്രവാസികൾ തിരിച്ചെത്തിയിരിക്കുന്നു, എല്ലാറ്റിനുമുപരി നമ്മുടെ കോവിഡ് റേറ്റ് കുറഞ്ഞിരിക്കുന്നു. കുവൈറ്റ് ഇപ്പം ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് കടക്കുകയാണ് അല്ലേ? അതുപോലെ ലോകവും കോവിഡിൻ്റെ ചൂടിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ടൈംസ് ഓഫ് കുവൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് അനു ജോ സൈനിങ് ഓഫ്. Highway Center, a complete family shopping experience for Health, Mangaf and Abbasiya. Badr Al Sama Medical Center, Fawwania, Kuwait. Lulu, where the world comes to shop.